ഹലോ ഗൈസ്, ലൈല ലുലു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അംബർല മോഡൽ ചുരിദാറിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായി മടക്കി നിവർത്തിയിട്ട് സ്ക്വയറാക്കി വെച്ചിട്ട് പിന്നെ അതിനെ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കുക. അതായത് ഫോൾഡ് ചെയ്ത ഭാഗം ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് മടക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് ടോട്ടൽ ഉള്ളത് അതിനെ 3.5നോട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മെഷർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആ 10 ഇഞ്ചിനെ നമ്മൾ മെറ്റീരിയൽ ഈ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ മടക്കി വെച്ചതിൻ്റെ ശേഷം ഏറ്റവും ടോപ്പിൽ പോയിട്ട് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മളിതാ ടോപ്പിൽ 10 ഇഞ്ച് താഴോട്ടേക്ക് എല്ലാ സൈഡിലും മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ നിന്ന് ലെങ്ത്ത് കുറച്ചിട്ട് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത്, ഞാനിവിടെ ടോട്ടൽ 48 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത്. അതിൽ നിന്ന് ബോഡി പാർട്ടിന് 15 ഇഞ്ച് കുറച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്താണ് ഞാൻ മെഷർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് 10 ഇഞ്ച് താഴോട്ടേക്ക് മെഷർ ചെയ്തതിൻ്റെ താഴെ നിന്നും 33 ഇഞ്ച് ഞാൻ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും എല്ലാ സൈഡിലേക്കും 33 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. റൗണ്ടായിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ ഈ ചെയ്ത പോയിൻ്റ് എല്ലാം കൂടെ ടോട്ടൽ ഒന്ന് റൗണ്ടാക്കിയിട്ടൊന്ന് വരച്ചിട്ട് കൊടുത്തിട്ട് ആ വരച്ച റൗണ്ടിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇതേപോലെ തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ നല്ല തുണിയിലാണ് കട്ട് ചെയ്തത്. ലൈനിങ്ങും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ലൈനിങ് സ്കേർട്ടിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത്ത് എടുക്കുക. കാരണം ലൈനിങ് ടോപ്പിനേക്കാളും താഴോട്ടേക്ക് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകളിൽ നമ്മൾ 10 ഇഞ്ച് റൗണ്ടിൽ മാർക്ക് ചെയ്ത അവിടെയും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കേർട്ട് കട്ട് ചെയ്യുന്ന മെഷർമെൻറ്റ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. ഈ മെറ്റീരിയലിൻ്റെ തന്നെ 2.5 മീറ്റർ സ്കേർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നിന്നാണ് ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഷോൾഡർ 7 ഇഞ്ചാണ് വേണ്ടത്, നെക്ക് വിഡ്ത്തും ഷോൾഡറും കൂടെ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. 15 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. റിഗാളിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചാണ് കൊടുക്കണേ. അപ്പോൾ 6.5 ഇഞ്ച് കിട്ടുന്ന അവിടെ എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്വയറായിട്ട് വരച്ച് വയ്ക്കുക.
ഇതേപോലെ സ്ക്വയറായിട്ടൊന്ന് വരച്ച് വയ്ക്കുക, റിഗാളിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 10.5 ഇഞ്ചാണ് കൊടുക്കണേ, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ഞാൻ 9 കൊടുക്കണേ, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ 2 ലൈനും ഒന്ന് വരച്ചെടുക്കുക. ചെസ്റ്റും വേസ്റ്റും കൂടെ ജോയിൻ്റ് ആവുന്ന ആ ലൈൻ രണ്ടും ചേർത്ത് വരയ്ക്കുക. റിഗാളിൻ്റെ അവിടെ നമുക്ക് കുഴിച്ച് കർവായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇതേപോലെ ചെസ്റ്റും വേസ്റ്റും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ബോഡി പാർട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ബാക്കിലെ പീസിന് ഒരു ജോയിൻ്റ് ഉള്ളത് കൊണ്ട്, കുറഞ്ഞ പീസിൻ്റെ ലെങ്ത്ത് കുറവുള്ളത് കൊണ്ട്, ജോയിൻ്റ് വയ്ക്കുന്നതുകൊണ്ട് ബാക്കിലെ പീസ് ഞാൻ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. നെക്കിൻ്റെ ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതും ഫുൾ സ്ലീവ് ഈ 2.5 മീറ്റർ ക്ലോത്തിൽ ബാലൻസ് ഉണ്ടാവില്ല, ഹാഫ് സ്ലീവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് 10 ഇഞ്ചിൽ കട്ട് ചെയ്ത ആ റൗണ്ട് ഭാഗമില്ലേ വേസ്റ്റ്, അതിൽ നിന്ന് നമുക്ക് കൈ കിട്ടുന്നതായിരിക്കും ഹാഫ് സ്ലീവ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കൈയിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 9 ഇഞ്ചാണ് എടുത്തെടുക്കുന്നത്, ലെങ്ത്ത് 6 ഇഞ്ചുമാണ് എടുക്കണേ. മൂന്നര ഇഞ്ച് അവിടെ കർവായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് വിഡ്ത്തിൻ്റെ അവിടെ ഒന്ന്, 9.5ൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. സ്ലീവിൻ്റെ റൗണ്ട് 5.5 + 6 എടുക്കുന്നത്. അത് കിട്ടുന്നിടത്തേക്ക് മാത്രം നമുക്ക് കൈ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കർവൊക്കെ, സ്ലീവിൻ്റെ കർവൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ മെഷർമെൻറ്റും സ്ലീവ് കട്ട് ചെയ്യുന്ന രൂപവും. അപ്പോൾ നമ്മൾ ഒരു അംബ്രല്ല മോഡൽ ചുരിദാർ കട്ടിങ് തീർന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അറിയാത്തവരൊക്കെ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ ക്ലിയറായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ലൈല ലുലു.